ഓക്കെ, ചപ്പാത്തിയോട് കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ചപ്പാത്തിക്കും പൂരിക്കും നല്ല ബെസ്റ്റ് കറിയാണ്. നല്ല ഉഗ്രൻ കറിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി ഇങ്ങോട്ട് പകർന്ന് വെക്കാം. ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഞാനൊരു ചപ്പാത്തി കറിയാണ് ഉണ്ടാക്കാൻ വന്നേ. അതിന് വേണ്ടിയിട്ട് 2 സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങിയാലോ ചപ്പാത്തി കറി. നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെജിറ്റബിൾ ഓയിലാണ്. ഒരു 1-2 ടേബിൾ സ്പൂണോളം എണ്ണയുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഈ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഓക്കെ, നമ്മുടെ സവാള നല്ലതുപോലെ വഴങ്ങി 1 മിനിറ്റ് മീഡിയം തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാള ഇതിൽ നിന്ന് മാറ്റാം. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടില്ല. ഇത് വഴറ്റട്ടെ. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിക്കിട്ടണേ. കടുകെല്ലാം പൊട്ടി. ഞാനിപ്പോൾ സവാള വഴറ്റി വെച്ചേക്കുന്ന 2 വലിയ സവാളയാണ്. ഇതിനകത്ത് ഒരു ഇടത്തരം സവാള ഗ്രേറ്റ് ചെയ്തത് ഒന്ന് നല്ല വഴന്ന് കിട്ടണേ. ഇതിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ സവാള നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ച മണം ഒന്ന് മാറി കിട്ടണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളി അരച്ചത് അത് ഒഴിച്ച് കൊടുത്ത് തക്കാളി ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ച മണം മാറിക്കട്ടെ. ഈ വഴന്നു വന്ന തക്കാളി സവാള കൂട്ടിലോട്ട് നമുക്ക് മസാല ഇട്ടിട്ട് ഗ്യാസ് ഞാൻ തീ സിമ്മിലാക്കി. ഇനി ഇതിനകത്ത് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല എല്ലാം നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ തീ ഇപ്പം സിമ്മിലിട്ടേക്കാണ്. ഇനി ഇതിനകത്തൊരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തേ.
നല്ലതുപോലെ വഴറ്റിയെടുക്കണേ. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടോട്ടെ. ഈ ഒന്ന് ശക്കലം ഒന്ന് കൂട്ടിക്കൊടുക്കേ. ഓക്കെ, നമ്മുടെ മസാല എല്ലാം നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. മതിയേ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഉപ്പ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന സവാളയില്ലേ, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. തീ മീഡിയത്തിൽ കിടക്കുകയാണേ. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. സവാള കറി നോക്കേ. ഓക്കെ, സവാള ഒത്തിരി ഇട്ട് വേവിക്കരുത്, കുഴഞ്ഞു പോകരുത്. ഇത് നല്ല കറിയാന്നറിയാം. ഇത് ചപ്പാത്തിക്ക് ഇതിൽ പരം വേറൊരു കറിയില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു സവാള ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ കറി റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് ഒരു 1/4 ടീസ്പൂണും ഒരു 1/2 ടീസ്പൂണിനോളം അറുത്ത് വെച്ച് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുത്തേ. ഇത് ഉപ്പൊന്ന് നോക്കട്ടെ. നല്ല സൂപ്പർ കറിയാണ്. ധൈര്യമായിട്ട് ഉണ്ടാക്കും. വേറെ ഒരു കറിയും ചപ്പാത്തിക്ക് ഉണ്ടാക്കും. നല്ലൊരു കറിയേ. ഇനി ഇതിനകത്ത് ഒരു 2-3 പച്ചമുളക് അരിഞ്ഞതേ ഉണ്ടായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്ത് ഇനി ഇതിനകത്ത് കുറച്ച് നല്ല ഫ്രഷ് മല്ലിയില അത് ഇട്ട് കൊടുത്തേ. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഞാൻ ഒരു സർവിങ് ബൗളിലോട്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി ഇങ്ങോട്ട് പകർന്ന് വെക്കാം. ഓക്കെ, നല്ലൊരു കറിയാണ്. നല്ലൊരു കറിയെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ചപ്പാത്തിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. പിന്നെ നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ്. അപ്പോൾ അധികം സാധനങ്ങളൊന്നും വേണ്ട. ഒരു 2 സവാള ഉണ്ടെങ്കിൽ, ഒരു തക്കാളി ഉണ്ടെങ്കിൽ കറി റെഡി, ചപ്പാത്തി കറി റെഡി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.